ഹേ ഗൈസ്, ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ബീലബാൻ്റെ ഉള്ളിലാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഈ ഒരു പഞ്ചായത്തിൽ ഇനി ഞാൻ മാത്രമേ ഉള്ളൂ എന്നുണ്ട് ഈ ബീലബാൻ കഴിക്കാത്തതായിട്ട്. അപ്പം ഞാനിത് കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഈ കുരിപ്പനോട് പറഞ്ഞു, അയ്യേ ഇത്ര നാളായിട്ടും ബീലബാൻ കഴിച്ചില്ലേ, ബാ എന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബീലബാൻ്റെ ഉള്ളിലേക്ക് വന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇഷ്ടമുള്ള 2 ഐറ്റംസ് ഓർഡർ ചെയ്തു. ഞാനാദ്യമായിട്ട് കഴിക്കാന്നുണ്ട്, എനിക്ക് പ്രിഫറൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് ആവശ്യമുള്ള 2 നമ്മൾ ഓർഡർ ചെയ്ത്. അത്ര വലിയ തിരക്കുണ്ടായിരുന്നില്ല, എന്നാലും അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. പക്ഷേ കോമഡി അതല്ല, ഞങ്ങളിതൊക്കെ മേടിച്ച് പുറത്തിറങ്ങിയപ്പോഴാണ് തിരിച്ചറിഞ്ഞത് നമുക്ക് ഇരിക്കാനൊരു സ്ഥലം ബാക്കിയിട്ടില്ല എന്നുള്ളത്. പിന്നെ ഒന്നും നോക്കാനൊന്നുമില്ല, ഞങ്ങൾ നേരെ വെച്ച് പിടിപ്പിച്ചൊരു ഷോപ്പിംഗ് മോളിൻ്റെ സൈഡിലൊരു സ്പേസ് ഉണ്ടായിരുന്നു കുറച്ചിങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ടൊക്കെയല്ല, അവിടെ ഇരുന്നിട്ട് കഴിച്ചു. ഇത് അടിപൊളി ഐറ്റാണ്. ഇതിൻ്റെ മേലെ ഉള്ളത് പിസ്താഷ്യോ ന്യൂട്ടെല്ല ടോപ്പിങ്സ് ആണ്. അടിപൊളി ഐറ്റാണ്. പിന്നെ വാങ്ങിയത് നമ്മൾ മാംഗോൻ്റെ ഒരു ഐറ്റാണ്. ഇതും അതെ, അത്ര വലിയ മധുരമൊന്നുമില്ല, എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ടൈപ്പ് സാധാരണ മധുരം റൈസ് പുഡിങ്സ് ആണത്. ഇത് ഇത്രയും മേടിച്ചാൽ തീരൂ എന്നുള്ള ഡൗട്ടൊക്കെ ആദ്യം എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ പറഞ്ഞ തരം കൊണ്ട് സാധനം അകത്തായി എന്നുള്ളതാണ് കോമഡി. അപ്പോൾ ഇത് ഓവർ മധുരമാണെന്നും പറഞ്ഞ് ഞാനിട്ട് കഴിക്കാതെ മാറ്റി വെച്ചിട്ടുള്ള ആരെങ്കിലും ഈ കൂട്ടത്തിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നേരെ പോയിക്കോ, ഏതെങ്കിലും ഒരു ഐറ്റം ഓർഡർ ആക്കി ഇങ്ങോട്ട് കഴിച്ചോ. ഇത് മിസ്സാക്കണ്ട. വർക്കിംഗ് ഡേയ്സിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇത്ര വലിയ തിരക്കും ഉണ്ടാവില്ല. ഇത് കൊശ്ശേരി, കൊശ്ശേരി ഇത് മാംഗോ, ഇത് മാംഗോ, ഇത് പിസ്താഷ്യോ ചോക്ലേറ്റ് കൊസ്തോക്ക, പിസ്താഷ്യോ നൂട്ടല്ല, പിസ്താഷ്യോ ന്യൂട്ടെല്ല കൊസ്തോക്ക. പഠിക്കാനൊക്കെ അയച്ചിരുന്നു. കസ്തൂത്ത റൈസ് പുഡിങ് വിത്ത് പിസ്താഷ്യോ നൂട്ടല്ല ടോപ്പിംഗ്.